എവരിവൺ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു 65ൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക. ഞാനിത് ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പിയിലേക്ക്. ഇത് ഞാൻ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തെങ്ങാൻ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഉടച്ചെടുക്കണം. ഒന്നെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. ഇത് ചൂട് തണിഞ്ഞതിന് ശേഷമായിട്ട് അങ്ങനെ ഉടച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മൈദയാണ് കേട്ടോ എടുത്തത്. ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് എടുത്തത്. മൈദ മാത്രം എടുക്കുക, അല്ലെങ്കിൽ കോൺഫ്ലവർ മാത്രം വെച്ചുണ്ടാക്കുക കേട്ടോ. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി തന്നെ വേണം. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുങ്ങാൻ ജസ്റ്റ് ഒന്ന് മസാല പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗും കൂടി പൊട്ടിച്ച് വയ്ക്കണം. എഗ്ഗ് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് എഗ്ഗ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എഗ്ഗ് ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പം എടുക്കാൻ കഴിയുന്നവരൊക്കെ ഇതിലേക്ക് എഗ്ഗും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കൈമേൽ എണ്ണ തടവി കൊടുത്തെങ്ങാൻ ഇതൊന്ന് റൗണ്ടാക്കി എടുക്കുക. ഞാനിവിടെ ആദ്യം അങ്ങനെ ചെയ്ത് നോക്കി. പിന്നെ എനിക്ക് തോന്നി അതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലത് ഈ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിടുന്നാന്ന് തോന്നി. അങ്ങനെ പിന്നെ ഞാൻ അതാട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഞാൻ ഓയിലാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ സ്പൂണിൽ കുറച്ച് എടുത്ത് ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരികയും ചെയ്തോളൂ. അതുപോലെ ഇത് 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കണം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഒരു 5 മിനിറ്റൊക്കെ വേണ്ടി വരും ഇതൊരു സൈഡ് തന്നെ വേവിച്ചെടുക്കാനായിട്ട്. ഇത് വേവിക്കുമ്പം തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനൊരു സൈഡ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും മറിച്ചിട്ടുങ്ങാൻ വേവിച്ച് കൊടുക്കുന്നുണ്ട്. 2 തവണയായിട്ട് ഇട്ട് കൊടുത്തുങ്ങാനാണ് ഞാൻ ഈ ഒരു 65 ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തോ ഞാൻ ഇട്ട് കൊടുത്തുങ്ങാൻ അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വറവ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കഴിക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും കുറച്ച് ചെറുതായിട്ട് കട്ടാക്കി എടുത്തത്, അതുപോലെ കുറച്ചധികം തന്നെ കരിവേപ്പില ഇട്ട് കൊടുത്തെങ്ങാൻ ഈ ഒരു നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു സ്നാക്ക് ഇതിലേക്ക് ഇട്ടെങ്ങാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ കേട്ടോ എനിക്ക് നല്ലോണം കിട്ടിയത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്ത് നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയാൽ പിന്നെ ഒന്നും പറയേണ്ട, സൂപ്പറായിരിക്കും. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് പറയുക. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടാക്കി നോക്കുന്നുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു സ്നാക്ക് സോസൊക്കെ ഡിപ്പ് ചെയ്തും കൂടി കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.